ഇന്ന് ഞങ്ങൾക്ക് അതിഥികളുണ്ടായിരുന്നു. അതിഥികൾ എന്ന വാക്ക് എത്രത്തോളം ചേരുമെന്ന് അറിയില്ല. കാരണം അതിലും അപ്പുറത്തേക്കൊരു ബന്ധം സ്ഥാപിച്ചിട്ടാണ് ഡാനിഷേട്ടനും കുടുംബവും എൻ്റെ നാട്ടിൽ നിന്ന് തിരികെ പോയത്. സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ച സൗഹൃദത്തിൽ നിന്ന് ഇവിടെ വരെ എത്തിയ സഹോദരൻ, ചേച്ചി, അവരുടെ മോനും മോളും. ഇന്ന് അവരുടെ സന്തോഷമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. രാവിലെ തന്നെ അവർ ആദ്യം വന്നത് ആര്യനെയും ആമീനെയും കാണാനാണ്. കുറേ നേരം എൻ്റെ മക്കളുമായി സമയം ചെലവഴിച്ചതിന് ശേഷം ഞാനും അവരും നേരെ എൻ്റെ വീട്ടിലേക്ക് വിട്ടു. എൻ്റെ നാടും ഈ സ്വർഗവും അവർ ഫോട്ടോകളിലൂടെയും വീഡിയോകളിലൂടെയും കണ്ടപ്പോൾ മുതൽ അവരുടെ മനസ്സിൽ കയറിക്കൂടിയ ആഗ്രഹമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങൾ. അങ്ങനെ ഞാൻ അവരെയും കൊണ്ട് എൻ്റെ നാട് ചുറ്റി കാണിക്കാനിറങ്ങി. പോകുന്ന വഴി ഓരോ കാര്യങ്ങൾ അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. ദക്ഷിണയും ദീക്ഷത്തും ഇവിടെ വരാൻ ആഗ്രഹിച്ചത് തന്നെ കാടിലൂടെ ഒഴുകുന്ന വശ്യമനോഹരമായ പുഴയിൽ മതിമറന്ന് സന്തോഷിക്കാൻ വേണ്ടി മാത്രമാണ്. അവർ സന്തോഷിച്ച ഓരോ നിമിഷങ്ങളും ഞങ്ങൾ ക്യാമറയിൽ ഒപ്പിയെടുത്തുകൊണ്ടേയിരുന്നു. കാരണം ഡാനിഷേട്ടൻ പല തവണകളായി പറയുന്നുണ്ടായിരുന്നു അവർ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച നിമിഷങ്ങൾ ഒരുപക്ഷെ ഇതാകും എന്നുള്ളത്. ഇടയ്ക്ക് ഞാൻ അവരോട് ചോദിച്ചു ശ്രീരാമനിരുന്ന പാറ കാണണോ എന്ന്. പഴമയെന്നോ കെട്ടുകഥയെന്നോ മിഥ്യയെന്നോ എന്തും വിശേഷിപ്പിക്കാം. എൻ്റെ നാട്ടിലെ എല്ലാവരും ഒരുപോലെ വിശ്വസിക്കുന്നുവെന്നാണ് ശ്രീരാമനും സീതാദേവിയും വനവാസ സമയത്ത് ഈ വഴി കടന്നു പോയിട്ടുണ്ടെന്ന്. ഞാനതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ അത് പാഞ്ചാലിയിൽ വരെ വന്നു നിന്നു. കൂടുതൽ ചെയ്യാൻ നിന്നില്ല. കൈകാൽപ്പാടുകളും മറ്റും അവർക്ക് വിശദീകരിച്ച് നൽകി. ഈ സ്ഥലത്തെ പാറകൾക്ക് മറ്റുള്ള സ്ഥലത്തെ അപേക്ഷിച്ച് തെന്നൽ കൂടുതലാണ്. അതുകൊണ്ട് ദക്ഷിണയ്ക്ക് ഒരു വാട്ടർ റൈഡ് പോകണമെന്നുള്ള ആഗ്രഹം അനിയൻ അമൽ അങ്ങ് സാധിച്ചു കൊടുത്തു. മുകളിൽ നിന്ന് പതിയെ ഒന്ന് ഇരുന്ന് കൊടുത്താൽ മതി. വെള്ളത്തിൻ്റെ ഓളം അനുസരിച്ച് പാറകളിലൂടെ തെന്നി നീങ്ങി എത്ര ദൂരം വേണമെങ്കിലും യാത്ര ചെയ്യാം. വശ്യമനോഹാരിത നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നത് കണ്ട് മതിമറന്നു പോകുന്നതിൻ്റെ കൂടെ തന്നെ ഒരുപാട് അപകടങ്ങളും പതിയിരിക്കുന്ന സ്ഥലമാണിത്. അതുകൊണ്ട് എൻ്റെയും അമലിൻ്റെയും ശ്രദ്ധ മുഴുവനും ഇവരുടെ ആസ്വാദനത്തിന് കോട്ടം തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതിനിടയിലാണ് പ്രകൃതി ഒരുക്കി ഇരിപ്പിടവും മറ്റുമുള്ള പുഴയുടെ നടുവിലെ ആ കൊച്ചു ദ്വീപിൽ പോയി ഇരിക്കാൻ വേണ്ടി ഞാൻ അവരെയും കൊണ്ട് പോയത്. ഇവിടെ കസേര രൂപത്തിലുള്ള കല്ലുകൊണ്ടുള്ള ഇരിപ്പിടമുണ്ട്. എല്ലാവരും മാറി മാറി ഇരുന്ന് നോക്കി. ആഹാ, അവർക്ക് ഒരുപാട് ഇഷ്ടമായി. തെന്നൽ കൂടുതലായതുകൊണ്ട് സൗമ്യ ചേച്ചിക്ക് ഇവിടെ ഇറങ്ങി അത്രയും ആസ്വദിക്കാൻ കഴിഞ്ഞില്ല എന്ന് മനസ്സിലാക്കിയ ഞങ്ങൾ അവരെയും കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയി. അവിടെ എന്തായാലും എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്ക് കുറച്ച് വിശ്വാസമുണ്ടായിരുന്നു. ഈ സ്ഥലത്തെ പ്രത്യേകത ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പുഴയോട് ചേർന്ന് പുഴയിലേക്ക് പതിക്കുന്ന ചെറിയൊരു അരുവിയാണ്. പക്ഷേ ഈ കുഴിയിലുള്ള തണുപ്പ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതലാണ്. തണുപ്പൊട്ടും പറ്റാത്തവർക്ക് ഒരു 5 മിനിറ്റ് പോലും ഈ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കാൻ സാധിക്കില്ല. അത് മാത്രമല്ല, പുറമേ കാണുന്ന പോലെയല്ല ഈ അരുവി. ഓരോ ചുവടുകളെടുത്ത് വെക്കും തോറും ആഴം കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ ആശ്വാസമായ അടിത്തട്ടിൽ പാറകൾ നമുക്ക് ചവിട്ടി നിൽക്കുവാൻ വേണ്ടി പ്രകൃതി ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ചാടി മറിയുന്നതിനനുസരിച്ച് വെള്ളം കലങ്ങി മറിയുന്ന ഒരു പ്രശ്നം കൂടെ ഇവിടെയുണ്ട്. അങ്ങനെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത, മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്ത ഒരുപിടി നല്ല ഓർമ്മകളുമായി ഞങ്ങൾ കാടിറങ്ങി. തിരികെ വീട്ടിൽ വന്നു. അമ്മ ഞങ്ങൾക്ക് വേണ്ടി കരുതി വെച്ച ഭക്ഷണമുണ്ട്. വയറ് നിറയെ ഞങ്ങൾ എല്ലാവരും കഴിച്ചു. എല്ലാവർക്കും ആശ്വാസം, സന്തോഷം. അങ്ങനെ ഇന്നത്തെ ട്രാവൽ കഴിഞ്ഞു. ഞാൻ അവരോട് തന്നെ ചോദിക്കാം കേട്ടോ. ഹലോ, ഹായ്, എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അടിപൊളി. ഇന്നത്തെ ദിവസം ഞങ്ങൾ ഓരോരുത്തർ ടൂർ വാങ്ങി ഇവിടുത്തെ അടിപൊളി. ചേച്ചി പറയട്ടെ. ഞങ്ങൾക്ക് ഇത് അതായത് ഇന്ന് വന്ന് ഇനിയും പലതവണ വന്ന് എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് വയ്യ. ഇഷ്ടപ്പെട്ടോടാ? അടിപൊളിയായിരുന്നു. ചിരിച്ചോണ്ട് ഓക്കെ. പറയാനൊന്നുമില്ല, ഒരുപാട് എൻജോയ് ചെയ്ത് ഇനി ഒരുപാട് പ്രാവശ്യം വരും. ഇനിയും വരും, ഒരുപാട് വരുമല്ലോ. ഉറപ്പ്. അത്രേ ഉള്ളൂ. സന്തോഷം. താങ്ക് യു.